ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ആൻഡ്രോയിഡ് ഫോണെല്ലാം യൂസ് ചെയ്യുന്നവരാണ്. നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൻ്റെ ഫാസ്റ്റ് എല്ലാം കൂടുന്നതിന്, അല്ലെങ്കിൽ നമ്മൾ ആൻഡ്രോയിഡ് ഫോണിൽ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ എല്ലാം നല്ല ഫാസ്റ്റ് എല്ലാം കിട്ടുന്നതിന് ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് എല്ലാം വരുമ്പോൾ, അതായത് പുതിയ ആപ്ലിക്കേഷൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം വരുമ്പോൾ നമ്മൾ ഇത് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ ഇത് അപ്ഡേറ്റ് ചെയ്യുന്നതിന് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയതിനു ശേഷം ഇവിടെ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസ് എന്നതിൽ പോയി ഇവിടെ അപ്ഡേറ്റ് അവൈലബിൾ എന്ന ഒരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ആപ്പുകളെല്ലാം അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കും. എന്നാൽ ഇത്തരത്തിൽ നമുക്ക് ഈ ആപ്പ് എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലേ സ്റ്റോർ എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുക എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്ലേ സ്റ്റോർ നമുക്ക് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഈ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇനി ഇവിടെ സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുമ്പോൾ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കിട്ടും. ഈ സെറ്റിംഗ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എബൌട്ട് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് താഴെ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് പ്ലേ സ്റ്റോർ വേർഷൻ എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. അതിന് താഴെയായി അപ്ഡേറ്റ് പ്ലേ സ്റ്റോർ എന്നൊരു ഓപ്ഷൻ കിട്ടും. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോർ ഈസ് അപ് ടു ഡേറ്റ് എന്ന് ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്ലേ സ്റ്റോർ വേർഷൻ ഇത് അപ് ടു ഡേറ്റ് അല്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ഇവിടെ അണ്ടർസ്റ്റുഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്രകാരം നിങ്ങൾ പ്ലേ സ്റ്റോർ എല്ലാം അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോർ യൂസ് ചെയ്ത് മറ്റ് ആപ്ലിക്കേഷൻ എല്ലാം ഇൻസ്റ്റാൾ ചെയ്യാനും, അല്ലെങ്കിൽ മറ്റ് ആപ്ലിക്കേഷൻ എല്ലാം അപ്ഡേറ്റ് കൊടുക്കുമ്പോഴെല്ലാം വളരെ സ്പീഡായും അതുപോലെ സ്മൂത്തായെല്ലാം അപ്ഡേറ്റ് ചെയ്യാനെല്ലാം സാധിക്കും. അതിനാൽ തന്നെ പ്ലേ സ്റ്റോറിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് എല്ലാം ലഭിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ സെറ്റിംഗ്സ് എന്നതിൽ പോയി ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഇവിടെ നിന്നും ഇത് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്